ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു 95 മോഡൽ ഫിയറ്റ് പദ്മിനി റീക്രിയേറ്റ് ചെയ്ത് പെയിൻറ് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണാൻ വർക്ക് ചെയ്യുന്ന ആളാണിത്, നമ്മൾ മുനീർ എടാപ്പ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഇതിൻ്റെ വർക്കുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എത്ര എടാപ്പ മോഡല്? ഒരു 5-6 വർഷം നിർത്തിയിട്ടുണ്ടാവില്ല? 5 കൊല്ലമൊക്കെ നിർത്തിയിട്ടുണ്ടാവില്ല? അപ്പോൾ ഇത് 93 മോഡൽ ഫിയറ്റാണ്. ഒരു 5-8 വർഷം നിർത്തിയിട്ടിട്ട് നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ബോഡിയിലൊക്കെ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ പുതിയ പെയിൻ്റൊക്കെ അടിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സീറ്റ് ഇളക്കിയെടുത്താണ്. സീറ്റൊക്കെ പുഷ് ബാക്ക് സീറ്റാണല്ലോ. എന്നാലും 200 വലിച്ചാളേ. ഏതാടാ അപ്പൊ പൈൻ്റ് ഏതാ അടിച്ചണേ? വൈറ്റ് തന്നെ വിചാരിച്ചേ? വൈറ്റ് ആകുമ്പോൾ രസം കിട്ടും. പക്ഷെ വൈറ്റ് അടിച്ചാൽ സുഖമല്ല അതിന്. അങ്ങനല്ല, ഇതിമ്മ പോയി അതിൽ പുട്ടി പൂസൂടെ അങ്ങോട്ട്. അപ്പൊ പിന്നെ ഏതോ അടിച്ചല്ലോ, മൊത്തത്തിലും അടിച്ചൂടെ? വിൽക്കാനുള്ള കടയിലാണെങ്കിൽ പിന്നെ ബ്രാക്കൊക്കെ അടിച്ചാൽ വേഗം പോകും വണ്ടി. ബ്ലാക്കും ഇതാകുമ്പോൾ നമുക്ക് അടിച്ച മാറ്റൊക്കെ ആകുമ്പം, കാരണം വലിയൊരു ഇത് വരില്ല. വേറെയുള്ള കളറിനൊക്കെ ഏക്ക ഇതിപ്പോ റിന്യൂവൽ പറ്റിയോ? ഇതിന്റെ റേഡിയേറ്റർ മയത്ത് വെച്ചാല് മയത്തേന് ഇപ്പോലെ സെറ്റൊക്കെ ആക്കിന്. ഇനി ഉണ്ടാവും അവിടെ അങ്ങനത്തെ? ഇനി ഉണ്ടോ അവിടെ? പിന്നെ പെട്രോൾ ഇറങ്ങിയില്ല പണ്ട്? റേഡിയേറ്ററിന് മരിക്കൊന്നുമില്ലേ? ചളി വെള്ളം ഉണ്ട്. ഒരു പ്രശ്നമില്ല. ചളി അത് ചൂടുവെള്ളം പറഞ്ഞ പോലെ. ആ ചെങ്ങായ കുറഞ്ഞാവൂല, എന്താവൂല എന്നോട് എന്താ വിളിച്ചു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇജൂടെ ഭയങ്കര ബിസിയാണല്ലോ. ആരോടാ ഈ കുറുക്കണേ? വാറന്റി കഴിഞ്ഞ അവിടെയൊക്കെ പെയിന്റ് പെയിന്റ് ഞാനത് പേപ്പർ ഇട്ടപ്പോ നോക്കിയതിന്റെ വിട്ടു കൊണ്ട് തീരുമോ? അപ്പഴൊന്നും വയ്ക്കാൻ പറയാം.
പനി വരാനുള്ള സ്ഥലം ഉള്ളതുണ്ടായി പേപ്പറിട്ട് പോയിരിക്കാം പോയി ഈ പിള്ളേരെ കണ്ടപ്പോൾ പേപ്പറിട്ട് പോലെ പിന്നെ പെയിൻ്റടിക്കുന്ന പണി മാത്രമേ ഉള്ളൂ ലെവലിംഗ് ഒന്നും വേണ്ടത് ഒക്കെ ക്ലിയറാണ് ലെവലിങ്ങിൻ്റെ പ്രശ്നമില്ല റൂഫിൻ്റെ കുറച്ച് പണിയുണ്ടാവും ലെവലിംഗ് ചെയ്യാൻ റൂഫ് നിൽക്കണ്ടോ ആകെ ഈ വിള്ളലുണ്ട് ഇതിപ്പോ ഒരു ദിവസം കാനന്തൊക്കെ അയച്ചു വെച്ചാണ് ഇത് ഒരു ദിവസം കൊണ്ട് തീരും. ഇത് പാച്ച് വർക്ക് ഇത് മൊത്തം പൈൻ്റെ വെറുതെ അളവേ പൈൻ്റെ ഒഴിവാക്കണ്ട. പേപ്പറിടും അങ്ങനല്ല ഒരു കുട്ടി 2-3 കനം കയറണ്ടേ. കുട്ടി ആവശ്യം നടത്താൻ ഇടണ്ടുള്ളൂ. അങ്ങനല്ല നമ്മൾ മൊത്തം ഫ്രഷ് പൈൻ്റ് അടിച്ചുമ്പോൾ ഓടിക്കാൻ കുഴപ്പമില്ലല്ലോ. ഈ വിള്ളലുള്ള പൈൻ്റൊക്കെ കാണിക്കും. കൊടുക്കും സ്റ്റാർട്ടിങ് ആണ്. ഋഷു പൈൻ്റെ അടുത്ത് അടിച്ചൂട്. രണ്ടാം ഘട്ടമാണ്. ബെൽഡിങ് ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് പെയിൻ്റ് അടിക്കുന്നതിന് മുന്നുള്ള പ്രൈമർ കോട്ട് അടിക്കാനുള്ള പരിപാടിയാണ്. കുട്ടി ഏത് കളറാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഏകദേശം മാറ്റ് ബ്ലാക്ക് അടിക്കാനാണ് സാധ്യത കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഡബിൾ കളറായിരിക്കും. നമ്മളെ ഫിയറ്റിൻ്റെ പെയിൻറ്റിങ് വർക്കാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് തോന്നുന്നു. റെഡ് ആൻഡ് വൈറ്റ് ആണല്ലേ? എന്താ റെഡ് ആൻഡ് വൈറ്റ് ആണോ? അപ്പേ റെഡ് ആൻഡ് വൈറ്റ്. പെയിന്റിങ് വർക്കിലാണ്. ഏറെക്കുറെ പെയിന്റ് അടിച്ച് തീർന്നു. ഇനി ഇതിമ്മ കോട്ട അടിക്കാണ്ടോ അടിയിൽ? ഋഷു വെച്ച് ഉറങ്ങല്ലേ? ഇതിന്റെ ഗ്രില്ലാണ്. ഇതിന്റെ സെക്കൻഡ് കോട്ട് അടിച്ചു കഴിഞ്ഞു. ഏറെക്കുറെ അതപ്പോ കഴിഞ്ഞോ? ക്ലിയറാ? വർക്കിംഗ് പ്രോഗ്രസ്. വർക്കിംഗ് പ്രോഗ്രസ്. ക്ലിയർ ഒന്ന് നന്നായിക്കോട്ടെ. ഏകദേശം ഫൈനൽ ടച്ചിങ് ആയില്ലേ?
ഏറെക്കുറെ വൈൻഡിങ് വർക്ക് ഫിനിഷ് ആവാറായി. ഇനി ബാക്കിയുള്ള വണ്ടിയുടെ ഭാഗങ്ങളൊക്കെ